ഇന്ന് നമുക്ക് കെച്ചപ്പും ചിക്കനും വെച്ചിട്ട് കിടിലൻ റെസിപ്പി ചെയ്താലോ? ലെറ്റ്സ് ഗോ. ഞാനിവിടെ 3 ചിക്കൻ ബ്രസ്റ്റ് ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ പകുതി നാരങ്ങയുടെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉണങ്ങിപ്പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പകുതി സവാള ചെറുതായിട്ട് ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആ ജീരകം ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അങ്ങോട്ട് ഇട്ട് നല്ലോണം ഇളക്കി ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി ആ ജലാംശമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റി ആ കെച്ചപ്പൊക്കെ ഒന്ന് പെരണ്ട് വരണം കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ജാസ്മിൻ റൈസ് ഒരു അരക്കപ്പിരിപ്പുണ്ടായിരുന്നു, ഞാനപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ വെള്ളച്ചോറില്ലേ, അത് ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത്രയുള്ള സംഭവം പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാരങ്ങയും മുളകും കെച്ചപ്പൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഐറ്റം നമ്മുടെ. അപ്പൊ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നാരങ്ങ ജസ്റ്റ് അതിന്റെ മേളിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇച്ചിരി ചോറ് ഇങ്ങനെ എടുക്കണം കേട്ടോ. ആ ചിക്കനും കൂട്ടി ചോറ് എടുക്കണം കേട്ടോ. അടിപൊളി. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.